എല്ലാവർക്കും നമസ്കാരം. കൃഷ്ണം വന്ദേ ഭാഗവത പഠന ക്ലാസ്സിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 31 11 ശ്ലോകം വരെയാണ് വിശദീകരിച്ചത്. ഇന്ന് തൃതീയ സ്കന്ധം അധ്യായം 31 ശ്ലോകം 12 മുതലാണ് ആരംഭിക്കുന്നത്. ക്ലാസ് നയിക്കുന്നത് ഭാഗവതാചാര്യൻ ഡോക്ടർ PV വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. സാറിനെ സ്നേഹാദരപൂർവ്വം ക്ലാസ് എടുക്കുന്നതിന് സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം സർ. സഹനാവതു സഹനൗ സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈവായനോ വിരഹകാതരയാ ജുഹാവാം പുത്രേതി തന്മയതയാതരവോऽഭിനേതു ഭൂതഹൃദയം മുനിമാനുദോഷി. മാതൃനീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ നാമം. മുമ്പ് പറഞ്ഞവരെ തൃതീയ സ്കന്ധം 31 അധ്യായം ശ്ലോകം 12. ജന്തുരുവാചാം തഫ്യോപഫന്നമപിതും ജഗദീക്ഷയാത്തനാനാതനോദ്ഭുവിതലച്ചരണാരവിന്ദം കോഹം വ്രജാമി ശരണം ശകുതോ ഭയം മേ ഏനേദൃശീഗതിര അദൃശ്യഫതോ നുരൂപ. കഴിഞ്ഞ ക്ലാസ്സിലെ ഒരു ഗർഭസ്ഥ ശിശുവിന്റെ അനുക്രമമായ അഭിവൃദ്ധിയെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. ഏതാണ്ട് 9-10 മാസം വരെയായി നിൽക്കുകയാണ്. ആ അവസ്ഥയിൽ ആ ശിശു അതിൻ്റെ അകത്ത് കിടന്ന് അനുഭവിച്ച ക്ലേശങ്ങൾ സഹിക്കാനാവാതെ വന്നപ്പോൾ പൂർവകാല സ്മൃതി കൊണ്ട് ഈശ്വര ചിന്ത ഉള്ളിലുണ്ടായി. അത് ഈശ്വരനെ സ്തുതിക്കുന്ന ഒരു സ്തുതിയായിട്ടാണ് ഇവിടെ ഋഷികവി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഒരു പക്ഷേ ഇന്നുള്ളവർക്ക് ഇതൊക്കെ അപ്രസക്തമാണ്, അനാവശ്യമാണ് എന്നൊക്കെ തോന്നിയേക്കാം. പക്ഷേ ഇതുവരെ വർണ്ണിച്ചതൊക്കെ ശരിയാണ് എന്ന് നമുക്ക് ഇപ്പോൾ ശാസ്ത്രം തെളിയിച്ചപ്പോൾ ബോധ്യമായതുപോലെ ഒരു പക്ഷെങ്കിൽ ഇനിയും ഇതും ഭാവിയിൽ ഒരു കാലത്ത് നമുക്ക് ബോധ്യമായേക്കാം. അന്ന് അതുവരെ നമ്മൾ ഒരു പുരാണ കവിയുടെ ഭാവനയാണെന്ന് മാത്രം വിശ്വസിച്ചാലും തരക്കേടുന്നില്ല. അങ്ങനെ ഈ ജന്തു ഉവാച, ഇതിനകത്ത് കിടക്കുന്ന ഈ ജന്തു അല്ലെങ്കിൽ ഈ പ്രാണി, ഈ ജീവൻ ഉവാച പറഞ്ഞു. തഫ്യ ഉപഫന്നമവിതും. ഉപഫന്നം എന്ന് വെച്ചാൽ അടുത്തേക്ക് എത്തിച്ചേർന്ന, ശരണം പ്രാപിച്ച. ഉപഫന്നം ശരണം പ്രാപിച്ച. തഫ്യ അവന്റെ, അവിതും രക്ഷിക്കുന്നതിന് വേണ്ടി. അവിതും അവനം ചെയ്യുക, രക്ഷിക്കുക. അവിതും രക്ഷിക്കുന്നതിന് വേണ്ടി. ജഗത്, ജഗത് അവിതും ജഗത്ത് രക്ഷിക്കുന്നതിന് വേണ്ടി. ഇച്ഛയ ആത്ത നാനാതനോഹു ഭുവി. ഇച്ഛ കൊണ്ട്, സ്വന്തം ഇച്ഛ കൊണ്ട് ആത്തമായ സ്വീകരിച്ച നാനാതനോഹു പലതരത്തിലുള്ള ശരീരങ്ങൾ. ജഗത് ഇച്ഛയ ആത്ത നാനാതനോഹു, സ്വന്തം ഇച്ഛ കൊണ്ട് പലതരത്തിലുള്ള ശരീരത്തെ സ്വീകരിച്ചവനായ ഭുവി, ഭൂമിയിൽ ചരണാരവിന്ദം, ഭൂമിയിൽ ചലിക്കുന്നതായ ആ ചരണാരവിന്ദത്തെ പ്രസന്നം അല്ല, തഫ്യ അതിനെ ഉപപന്നം, അതിനെ ഞാൻ ശരണം പ്രാപിച്ചിരിക്കുന്നു. ഉപസന്നം ജഗത്ത് അവിതും, ശരണം പ്രാപിച്ചതായ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ഇച്ഛ കൊണ്ട് നാനാതരത്തിലുള്ള ശരീരം സ്വീകരിച്ച തഫ്യ അവന്റെ ഈശ്വരഫ്യ. ഉപസന്നം ജഗത് അവിതും ഇച്ഛയ നാനാതനോഹു ഭുവി ജലചരണാരവിന്ദം തഫ്യ. അങ്ങനെയുള്ള ആ ഭഗവാന്റെ, ഈശ്വരന്റെ
ഫോ അഹം വ്രജാമി ശരണം. അങ്ങനെയുള്ള ആ ചരണാരവിന്ദത്തെ, ആ ഈശ്വരന്റെ ചരണാരവിന്ദത്തെ, ഭൂമിയിൽ സഞ്ചരിച്ചു കൊണ്ടുപോകുന്ന ചരണാരവിന്ദത്തെ ഫ അഹം ഞാൻ ശരണം വ്രജ, ഞാൻ ശരണം പ്രാപിക്കുന്നു. ഹി അകുതോ ഭയം മേ, എന്തെന്നാൽ എനിക്ക് അകുതോ ഭയം, എല്ലായിടത്തുനിന്നും വന്നു ചേർന്ന ഭയത്തെ ഇല്ലാതാക്കുന്നതാണ് അങ്ങയുടെ ചരണാരവിന്ദം. അങ്ങയുടെ പാദപങ്കജങ്ങൾ നാനാദിക്കിൽ നിന്നും വരുന്ന ഭയത്തെ ഇല്ലാതാക്കുന്നതാണ്. മേ അകുതോ ഭയം, എല്ലാ ഭയത്തെയും നശിപ്പിക്കുന്നതാണ്. ഏന ഈദിശി ഗതിഹി അഫതോ അനുരൂപ. അഫതഃ മേ അനുരൂപ, അഫത്തായ എനിക്ക് അനുരൂപമായ ഈദൃശി ഗതിഹി, ഇപ്രകാരമുള്ള ഗതി, ഏന അദർശി, ആരാലാണോ കാണിക്കപ്പെട്ടത്. അഫത്കർമ്മങ്ങൾ ധാരാളം അനുഷ്ഠിച്ച് എനിക്ക് അഫതോ മേ, അഫത്തായിരിക്കുന്ന എനിക്ക്, ഞാൻ എത്ര ജന്മജന്മാന്തരങ്ങൾ അനുഷ്ഠിച്ച അഫത്തായ കർമ്മം കൊണ്ടാണ് ഈ ഗർഭത്തിൽ വീണ്ടും ജനിക്കുക. സത്കർമ്മങ്ങളാണ് അനുഷ്ഠിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് ജനനം കിട്ടില്ല, എനിക്ക് മോക്ഷപദവിയിലേക്ക് എത്താൻ പറ്റുമായിരുന്നു. അത് ഞാൻ എത്തിയില്ല, വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അഫത്തായ മേ എനിക്ക് അനുരൂപ, എനിക്ക് ചേർന്ന വിധത്തിലുള്ള ഒരു ഗതിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഏതാണ്? ഈ ഗർഭത്തിൽ വന്ന് കിടക്കുക, മലമൂത്രത്തിൽ, ചോരയിൽ അനങ്ങാനാവാതെ, ഇളകാനാവാതെ, നാനാതരത്തിലുള്ള പുഴുക്കളുടെ കടികളേറ്റ് ബോധം കെട്ട് വേദന കൊണ്ട് വളഞ്ഞ് ഇങ്ങനെ കഷ്ടപ്പെട്ട് കഴിക്കുക എന്നുള്ളത് എനിക്ക് അനുരൂപമായ ഈ ഗതി ആരാലാണോ കാണിക്കപ്പെട്ടത്. ഏന അദർശി, ഏനേദൃശി ഗതിരദർശി അഫതോനുരൂപ, ഗതിഹി അദർശി അഫതോ അനുരൂപ, ഗതിരദർശി അഫതോനുരൂപ, ഗതിഹി അദർശി, ഗതി കാണിച്ചു, അഫതോ അനുരൂപ മേ, എൻ്റെ അഫത്തിന് അനുരൂപമായ ഈദൃശീ ഗതി, ഇപ്രകാരമുള്ള ഗതി അദർശി കാണിക്കപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ഈ ജഗത്തിൽ സ്വന്തം ഇച്ഛയനുസരിച്ച് നാനാതരം അവതാരങ്ങൾ സ്വീകരിച്ച് തൻ്റെ പാദങ്ങളെ ഭൂമിയിൽ ചവിട്ടി നടക്കുന്ന ആ ഭഗവത് സ്വരൂപത്തെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു. അതിനെ ശരണം പ്രാപിച്ചാൽ പിന്നെ ഒരിടത്തുനിന്നും ഭയമുണ്ടാവില്ല. അഭയസ്ഥാനമാണ് അവിടം. അങ്ങനെയുള്ള ആ അഭയസ്ഥാനത്തെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ ഈ ഗർഭപാത്രത്തിലേക്ക് തള്ളിവിട്ടത് ആരാണോ ആ ഭഗവാന്റെ പാദപങ്കജത്തെ തന്നെ ആശ്രയിച്ചെങ്കിൽ ഇവന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതിന് നിമിത്തമായിരിക്കുന്ന അങ്ങയെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു എന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ ആ ഗർഭസ്ഥ ശിശു പൂർവജന്മകാല സ്മൃതി കൊണ്ട് അല്പമുണ്ടായിരുന്ന ആധ്യാത്മിക സംസ്കൃതിയെ മുറുക്കെ പിടിച്ചുകൊണ്ട് ദുഃഖങ്ങളും ആപത്തും വിഷമവും സഹിക്കാനാകാതെ വരുമ്പോൾ ഇനി ഈശ്വരൻ മാത്രമേ ഉള്ളൂ ശരണം എന്ന് നമ്മൾ നിശ്ചയിക്കുന്നത് പോലെ തന്നെ നമ്മളും ഇതേപോലെ ഗർഭപാത്രത്തിൽ കിടന്ന് ഈ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് വന്നതാ ജാഫിൻ പറഞ്ഞത്. പക്ഷെ എന്ത് ചെയ്യാനാ, ഇതെല്ലാം അവിടെ വെച്ച് കഷ്ടപ്പാടൊക്കെ അനുഭവിച്ചിട്ട് ഈ സ്തുതിയൊക്കെ സ്തുതിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നേ. പക്ഷെ ഇത് നമ്മളാരും എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അത് അറിഞ്ഞ ഋഷി കവി നമ്മെ ഒന്ന് ബോധ്യപ്പെടുത്തുകയാണ്. തസ്യോപന്നമഭിതും ജഗതിച്ഛയാത്തനാനാതനോത്കുവിതലച്ചരണാരവിന്ദം പോഹം വ്രജാമി ശരണം ശകുതോ ഭയം മേ ഏനേദൃശീഗതിരദർശഫതോനുരൂപാം.
ഉപഫന്നം ജഗത്ത് അവിതും ഇച്ഛയാ ആത്തതനോഃ തസ്യ ഭുവി ചലച്ചരണാരവിന്ദം ഫ അഹം ശരണം വ്രജാമി മേ അകുതോ ഭയം അഫതഃ മേ അനുരൂപ ഈദിശി ഗതിഃ ഏന അദർശി തഫ്യോപഫന്നമവിദും ജഗദിച്ഛയാത്തനാനാതനോർഭുവി ചലച്ചരണാരവിന്ദം പോഹം വ്രജാമി ശരണം ഹ്യകുതോ ഭയം മേ ഏനേദിശി ഗതിരദർശഫതോനുരൂപാം തഫ്യോപഫന്നമവിദും ജഗദിച്ഛയാത്ത നാനാതനോർഭുവി ചലച്ചരണാരവിന്ദം പോഹം വ്രജാമി ശരണം ഹ്യകുതോ ഭയം മേ ഏനേദൃശീഗതിരദർശഫതോനുരൂപാം യസ്ത്വത്ര ബദ്ധൈവ കർമ്മഭിരാവൃതാത്മാ ഭൂതേന്ദ്രിയാശയമയീമവലംബ്യ മായാം ആസ്തേ വിശുദ്ധമവികാരമഖണ്ഡബോധം ആദപ്യമാനഹൃദേവഫിദം നമാമി. യഹ തു അത്ര, യസ്തു അത്ര, ആരാണോ ഇവിടെ, യഹ തു അത്ര യസ്തു അത്ര, ബദ്ധൈവ ബദ്ധനെ പോലെ, കർമ്മഭിഹി ബദ്ധഃ കർമ്മങ്ങളാൽ ബന്ധിതനായിരിക്കുന്നവനെ പോലെ, ആവൃതാത്മാ മറയ്ക്കപ്പെട്ട ആത്മാവോടുകൂടിയ, കർമ്മഭിഹി ആവൃതാത്മാ കർമ്മങ്ങളെ കൊണ്ട് മറയ്ക്കപ്പെട്ട ആത്മസ്വരൂപത്തോടു കൂടിയവനായി, ഭൂത ഇന്ദ്രിയ ആശയമയീ ഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, ആശയം, മനസ്സ്. അപ്പൊ പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും അന്ധക്കരണങ്ങൾ 4 എന്ന് പറയുന്നതിലെ മനസ്സും ആശയമയീം അതായി തീർന്നിരിക്കുന്ന, മായാം അവലംബ്യ മായയെ അവലംബിച്ചിട്ട് ആശ്രയിച്ചിട്ട്. മായ എന്ന് പറയുന്നത് ജഗത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളാണ്. അല്ലെങ്കിൽ ഈ ത്രിഗുണങ്ങളിലൂടെ ആവിർഭവിച്ച ഈ പ്രപഞ്ചം മുഴുവൻ മായയാണ്. സത്വരജസ്തമസുകൾ എന്ന ഗുണങ്ങൾ കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായത്. അതുകൊണ്ട് ആ സത്വത്തിൽ നിന്നും രജസിൽ നിന്നും തമസിൽ നിന്നും ആണ് ഭൂതങ്ങളും ഇന്ദ്രിയങ്ങളും അന്ധകരണങ്ങളും ഉണ്ടായി. അപ്പൊ ഇതൊക്കെ വാസ്തവത്തിൽ മായയാണ്. അങ്ങനെ ഭൂതേന്ദ്രിയ ആശയമയും മായാം അവലംബ്യ മായയെ അവലംബിച്ചിട്ട്, ആസ്തേ ദാ ഇപ്പോഴും ഞാൻ ഇവിടെ ഇരിക്കുന്നു, ഇവിടെ കിടക്കുന്നു, വിശുദ്ധം അവികാരം അഖണ്ഡബോധം വിശുദ്ധവും പരിശുദ്ധനും, അവികാരനും വികാര മാറ്റങ്ങളില്ലാത്തവനും, അഖണ്ഡബോധം പരിപൂർണജ്ഞാന സ്വരൂപനും ആയ ആ അങ്ങയെ സ്മരിച്ചുകൊണ്ട്, ആതപ്യമാന ഹൃദയം സന്തപിച്ചുകൊണ്ട്, അവഫിതം പ്രകാശിക്കുന്നവനുമായ തം ആ ഈശ്വരനെ നമാമി നമസ്കരിക്കുന്നു. ഈശ്വരനെ നമസ്കരിക്കലാണ്. മാതാവിന്റെ ഉദരത്തിൽ കിടന്ന് ഒരു ശരീരം സ്വീകരിച്ച് ജീവനുമുണ്ടായി. അങ്ങനെ ഏറ്റവും ദുഃഖിച്ചിരിക്കുന്ന ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തിൽ പ്രകാശിക്കുന്ന ആ ജഗദീശ്വരനെ ഇതാ നമസ്കരിക്കുന്നു ഞാൻ. അത് പഞ്ചഭൂതങ്ങളും ഇന്ദ്രിയങ്ങളും അന്ധകരണങ്ങളും ആകുന്ന മായ കൊണ്ട് പുണ്യപാപാത്മകമായ പലതരം കർമ്മങ്ങൾ ചെയ്ത് സുഖദുഃഖങ്ങളെ കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ സ്വരൂപത്തെ ഞാൻ അറിയുന്നില്ല. ഞാൻ ബദ്ധനാണ്. കർമ്മഭിഹി ആവൃതാത്മാ ഭൂതേന്ദ്രിയാശയമയീം മായാം അവലംബ്യ യഹാതു അത്ര ബദ്ധൈവ. അതുകൊണ്ട് ഞാൻ ഇവിടെ ബദ്ധനായിട്ട്, എന്തുകൊണ്ട് ബദ്ധനായി? പുണ്യ പാപകർമ്മങ്ങളെ കൊണ്ട് ബദ്ധനായി, സുഖദുഃഖങ്ങളാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എൻ്റെ സ്വരൂപത്തെ ഞാൻ അറിയുന്നില്ല. പക്ഷേ ഭഗവാനാകട്ടെ മായാസംബന്ധമില്ല, അനിമിത്തമുള്ള ദേഹബന്ധമില്ല,
അതുകൊണ്ടുള്ള ബാല്യ കൗമാര വാർദ്ധക്യാദികളായ മാറ്റങ്ങളില്ല. പരിശുദ്ധനാണ്, പരിപൂർണനാണ്, ജ്ഞാനസ്വരൂപനാണ്. അതുകൊണ്ട് എൻ്റെ ഈ ബന്ധാവസ്ഥയെ നശിപ്പിക്കാൻ ശക്തനായിരിക്കുന്ന അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. എനിക്കിതിൽ നിന്ന് വിടുതൽ കിട്ടണം, രക്ഷപ്പെടണം. അതിന് ഞാൻ നമസ്കരിക്കാം. എന്നോട് കനിവുണ്ടായിട്ട് എന്നെ ഇതിൽ നിന്നും രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. യസ്ത്വത്ര ബദ്ധൈവ കർമ്മഭിരാവൃതാത്മാം ഭൂതേന്ദ്രിയാശയമയീം അവലംബ്യമായാം ആസ്തേ വിശുദ്ധമവികാരമഖണ്ഡബോധം ആദപ്യമാനഹൃദേവഫിദം നമാമി. ഭൂതേന്ദ്രിയാശയമയീം മായാം അവലംബ്യ ബദ്ധൈവ കർമ്മഭിഃ ആവൃതാത്മാ യഃ അത്ര ആസ്തേ വിശുദ്ധം അവികാരം അഖണ്ഡബോധം ആദപ്യമാന ഹൃദയേ അവഫിതം തം നമാമി. ആദപ്യമാനമായ എൻ്റെ ഹൃദയത്തിൽ അങ്ങ് വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ അങ്ങയെ സ്തുതിക്കാൻ പറ്റിയത്. എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ചൈതന്യം ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ സ്തുതിക്കുകയും നാമം ജപിക്കുകയും തൊഴുകയും അമ്പലത്തിൽ പോവുകയും നമസ്കരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ്. കാരണം എന്താണ്? ഈ ചൈതന്യം ഉള്ളിൽ ഉണ്ട് എന്നുറപ്പ് ഉള്ളത് കൊണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? അങ്ങയെ നമസ്കരിക്കുന്നു. എൻ്റെ ഉള്ളിൽ അങ്ങയുടെ ചൈതന്യമുണ്ട്. പക്ഷേ എൻ്റെ സ്വരൂപത്തെ ഞാൻ ശരിക്കും തിരിച്ചറിയുന്നില്ല. എന്തുകൊണ്ടാണ്? മായ അവലംബിച്ച് കിടക്കുന്നത്. അതേസമയത്ത് അങ്ങയ്ക്ക് മായയില്ല. അതുകൊണ്ട് വിശുദ്ധനാണ്. മായ ഇല്ലാത്തതുകൊണ്ട് ബാല്യകൗമാരാദികളായ വികാരങ്ങളൊന്നുമില്ല. ഒരിക്കലും നശിക്കാത്ത ആത്മബോധം അങ്ങേക്കുണ്ട്. ഞങ്ങൾക്കതില്ല. അങ്ങനെ എൻ്റെ ഹൃദയത്തെ വസിക്കുന്ന അങ്ങയെ ഞാനിതാ നമസ്കരിക്കുന്നു. യസ്ത്വത്ര ബദ്ധൈവ കർമ്മഭിരാവൃതാത്മാം ഭൂതേന്ദ്രിയാശയമയീം അവലംബ്യമായാം ആസ്തേ വിശുദ്ധമവികാരമഖണ്ഡബോധം ആദപ്യമാനഹൃദേവഫിദം നമാമി. യസ്ത്വത്ര ബദ്ധൈവ കർമ്മഭിരാവൃതാത്മാം ഭൂതേന്ദ്രിയാശയമയീം അവലംബ്യമായാം ആസ്തേ വിശുദ്ധമവികാരമഖണ്ഡബോധം ആദപ്യമാനഹൃദേവഫിദം നമാമി. പഞ്ചഭൂതരചിതേ രഹിതശരീരേ ഛന്നോ യഥേന്ദ്രിയഗുണാർത്ഥചിതാത്മകോഹം തേനാവികുണ്ഠമഹിമാനമൃഷിം തമേനം വന്ദേ പരം പ്രകൃതിപൂരുഷയോപുമാംസം. യാതൊരുവനാണോ പഞ്ചഭൂതരചിതേ, പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ശരീരത്തിൽ രഹിതനായിട്ട് ഛന്നോ മറഞ്ഞിരുന്ന് യഥാ ഇന്ദ്രിയ ഗുണാർത്ഥ ചിതാത്മകോ അഹം, ഇന്ദ്രിയങ്ങൾ, ഗുണങ്ങൾ, ശബ്ദാദികളായ വിഷയങ്ങൾ യഥാ ഇന്ദ്രിയ ഗുണ അർത്ഥ ചിതാത്മകോഹം, എപ്രകാരമാണോ ഇന്ദ്രിയങ്ങൾ, ഗുണങ്ങൾ, ശബ്ദാദികളായ വിഷയങ്ങൾ, ചൈതന്യം എന്നീ സ്വരൂപത്തോടു കൂടിയിരിക്കുന്ന ഞാൻ, എന്നിൽ ഇതെല്ലാം ഉണ്ട്. ഇന്ദ്രിയമുണ്ട്, ത്രിഗുണങ്ങളുണ്ട്, ശബ്ദാദികളായ വിഷയങ്ങളുണ്ട്, ചിത്ത് എന്ന് പറയുന്ന ജ്ഞാനസ്വരൂപത്തിൻ്റെ ചൈതന്യവും എന്നിലുണ്ട്. അങ്ങനെയുള്ള ഞാൻ യഥാ ഛന്നൈഹ, ഇതൊക്കെ മറച്ചു പിടിച്ചിരിക്കുകയാണ് ഞാൻ. ഇതിനെയൊക്കെ പലപ്പോഴും മറന്നുപോകും. ഞാൻ ഇങ്ങനെയുള്ളവനാണ് എന്നൊക്കെ മറന്നിട്ട് രഹിത, വേറിട്ടവനാണ്, ഇതൊന്നുമില്ലാത്തവനായിട്ട് മാറി നിൽക്കുന്നു. ഛന്നോ യഥേന്ദ്രിയ ഗുണാർത്ഥ വികാർത്ഥ ചിതാത്മകോ അഹം രഹിത തേന, അതുകൊണ്ട് അവികുണ്ഠമഹിമാനം ഋഷിം തമേനം, മറയ്ക്കപ്പെടാത്ത മഹിമയോട് കൂടിയ അകുണ്ഠമായ മഹിമാനത്തോടു കൂടിയവനായ തം ഏനം ഋഷിയും, ആ സാക്ഷാൽ സ്വരൂപത്തെ വന്ദേ, ഞാൻ വന്ദിക്കുന്നു. പരം പ്രകൃതിപുരുഷയോ പുമാംസം, പ്രകൃതി പുരുഷന്മാരിൽ നിന്നും പരമായിരിക്കുന്ന ആ പരമപുരുഷനെ ഞാനിതാ വന്ദിക്കുന്നു. സ്തുതിയാണ്. ആ ജഗദീശ്വരനെ സ്തുതിക്കുകയാണ് അകത്ത് കിടന്നുകൊണ്ട്.
ഈ ശരീരം എന്ന് പറയുന്നത് സംഘാതമാണ്. എന്തിൻ്റെ? ഇന്ദ്രിയങ്ങൾ, തന്മാത്രകൾ, ഔത്രഗുണങ്ങൾ, ശബ്ദാദികളായ വിഷയങ്ങൾ, ജീവൻ എന്ന ചൈതന്യം. അങ്ങനെയുള്ള ഈ ദേഹത്തിൽ ഞാൻ എന്ന് സ്വരൂപബോധം ഇല്ലാത്ത, ഞാനെന്ന് അഭിമാനിക്കുന്നുണ്ട്, പക്ഷെ അഭിമാനം ഇല്ലതാണ്. ഞാനെന്ന് പറയുന്നത് കേവലമായ ജീവസ്വരൂപത്തിൽ മാത്രമേ ഉള്ളൂ അഭിമാനം. അതിൻ്റെ അപ്പുറത്ത് എല്ലാറ്റിലും ഞാനാണെന്നുള്ള അഭിമാനം ഉണ്ടാവുന്നില്ല. അതിനെ മറച്ചു പിടിച്ചു. അതാണ് ഛന്നമിവ. അതിനെ മറച്ചു പിടിക്കുന്നവനെ പോലെ ആയിട്ട് അതുകൊണ്ട് എല്ലായിടത്തും വസിക്കുന്നവനാണ് ഭഗവാൻ. എങ്കിലും നിത്യമായിരിക്കുന്ന ജ്ഞാന സ്വരൂപത്തിന് കാരണമായിരിക്കുന്ന ആ പ്രകൃതി പുരുഷന്മാരുടെയും അപ്പുറത്ത് പ്രവർത്തിക്കുന്ന സ്വതന്ത്രനായ ആ പരബ്രഹ്മ സ്വരൂപത്തെ ഞാനിതാ നമസ്കരിക്കുന്നു എന്ന് ആ ഗർഭസ്ഥ ശിശു തൻ്റെ ഉള്ളിലുള്ള ഈശ്വര മാഹാത്മ്യത്തെ വന്ദിക്കുകയാണ്. തേന, അതുകൊണ്ട് അവികുണ്ഠമഹിമാനം ഋഷിം തമേനം, അകുണ്ഠമഹിമാനമായ ആ ഋഷിയെ ഒരു കുണ്ഠതയുമില്ലാത്ത മാഹാത്മ്യത്തോടു കൂടിയവനാണ്. ഉണ്ട് മറവില്ലാത്ത മാഹാത്മ്യം, ഛന്നമല്ലാത്ത മാഹാത്മ്യത്തോടു കൂടിയ ആ ഋഷി സ്വരൂപത്തിലിരിക്കുന്ന ആ ഭഗവത് സ്വരൂപത്തെ പ്രകൃതി പുരുഷന്മാരുടെ അപ്പുറത്തുള്ള പരംപുമാംസം പരമപുരുഷനെ ഞാനിതാ വന്ദിക്കുന്നു. പഞ്ചഭൂതരചിതേ രഹിത ശരീരേ ഛന്നോ യഥേന്ദ്രിയ ഗുണാർത്ഥജിതാത്മകോഹം തേനാഭികുണ്ഠമഹിമാനമൃഷിം തമേനം വന്ദേ പരം പ്രകൃതിപൂരുഷയോ പുമാംസം. യഹ പഞ്ചഭൂതരചിതേ ശരീരേ അപി ഇന്ദ്രിയഗുണാർത്ഥചിതാത്മകഃ അഹം യഥാ ഛന്നഃ രഹിതഃ തേന അവികുണ്ഠമഹിമാനം ഋഷിം പ്രകൃതിപുരുഷയോഃ പരം പുമാംസം വന്ദേ. പഞ്ചഭൂതരചിതേ രഹിത ശരീരേ ഛന്നോ യഥേന്ദ്രിയ ഗുണാർത്ഥചിതാത്മകോഹം തേനാവികുണ്ഠമഹിമാനമൃഷിം തമേനം വന്ദേ പരം പ്രകൃതിപൂരുഷയോ പുമാംസം. പഞ്ചഭൂതരചിതേ രഹിത ശരീരേ ഛന്നോ യഥേന്ദ്രിയ ഗുണാർത്ഥചിതാത്മകോഹം തേനാവികുണ്ഠമഹിമാനമൃഷിം തമേനം വന്ദേ പരം പ്രകൃതിപൂരുഷയോ പുമാംസം. എന്മായയോ ഒരു ഗുണകർമ്മ നിബന്ധനേസ്മിൻ സാംസാരികേ പഥിചരം തദഭിശ്രമേണ നഷ്ടസ്മൃതി പുനരയം പ്രവൃണീതലോകം യുക്ത്യാകയാ മഹദനുഗ്രഹമന്തരേണ. യത് മായയാ ഒരു ഗുണകർമ്മ നിബന്ധനെ അസ്മിൻ, യാതൊരു ഭഗവാന്റെ മായ കൊണ്ട്, യത് മായയാ ഒരു ഗുണകർമ്മ നിബന്ധനെ അസ്മിൻ, ഉരുവായ വലുതായിരിക്കുന്ന സത്വാദി ഗുണങ്ങളാകുന്ന കർമ്മങ്ങൾ കൊണ്ട് നിബന്ധിതനായിരിക്കുന്ന ഈ സംസാര ലോകത്തിൽ ഒരു ഗുണകർമ്മ നിബന്ധനെ അസ്മിൻ, ഉരുവായ ഗുണകർമ്മ നിബന്ധിതനായി ഈ സംസാരലോക ജീവിതത്തിൽ മായയുടെ ഗുണം കൊണ്ടാണ് ഞാൻ കർമ്മബന്ധിതനായത്. മായയുടെ ഗുണങ്ങൾ ത്രിഗുണങ്ങളാണ്, സത്വരജസ്തമസുകൾ. അതുകൊണ്ടാണ് ഞാൻ കർമ്മം ചെയ്യുന്നത്. ആ സത്വരജസ്തമസുകളെ ആശ്രയിച്ച് കർമ്മം ചെയ്യുന്നത് കൊണ്ട് ഞാൻ കർമ്മബന്ധിതനാകും, മായാബന്ധിതനാകുന്നു ഞാൻ. അങ്ങനെയുള്ള ഈ സംസാര ലോകത്തിൽ സാംസാരികേ പഥി, സംസാര വഴിയിൽ, സംസാര ലോകത്തിന്റെ മാർഗത്തിൽ ചരൻ തദഭിശ്രമേണം, അങ്ങനെ അതിൽ ചരൻ സഞ്ചരിക്കുന്നവനായിട്ട്, തത് അഭിശ്രമേണ അതിലുള്ള പരിശ്രമം കൊണ്ട്, ആ സംസാരത്തിൽ കിടന്ന് പരിശ്രമിക്കുകയാണ്, രാപകലില്ലാതെ പണിയെടുത്ത് കഷ്ടപ്പെടുകയാണ്. എന്തിനാണ്? കാശുണ്ടാക്കി സുഖമായി ജീവിക്കാൻ, അത്രേ ഉള്ളൂ. ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയല്ല.
ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് പ്രയത്നം ആവശ്യം. പക്ഷെ അതിനുവേണ്ടിയല്ല ശ്രമിക്കുക. പിന്നെ എന്താണ്, ഇതിലേക്ക് വീണ്ടും ആസക്തനായിട്ട് ധനം ഉണ്ടാക്കി, കുടുംബമൊക്കെ ഉണ്ടാക്കി, നല്ല വീടുണ്ടാക്കി, ധാരാളം കാശുണ്ടാക്കി, എല്ലാ വിഭവങ്ങളും സമ്പാദിച്ച് അങ്ങനെ ജീവിക്കണം എന്നുള്ളത് ആസക്തി കൂട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെ സാംസാരികേ പഥിചരൻ തദഭിശ്രമേണ നഷ്ടസ്മൃതി. അതുകൊണ്ട് സ്വരൂപത്തെ മറന്നിരിക്കുകയാണ്, നഷ്ടസ്മൃതിയാണ്. ഇങ്ങനെ ഭൗതിക ലോക ജീവിതത്തിൽ കറങ്ങിത്തിരിയുമ്പോൾ യഥാർത്ഥമായ ഭഗവത് സ്വരൂപത്തെ മറക്കും. നഷ്ടസ്മൃതി പുനരയം പ്രവൃണീത ലോകം. എന്നിട്ട് ഈ ലോകത്തെ തന്നെ വീണ്ടും വരിക്കും. പ്രവൃണീത വരിക്കുന്നു. ഈ ലോകത്തെ തന്നെ വീണ്ടും വരിച്ച് അവിടേക്ക് തന്നെ വന്നു ചേരും. ഭൗതിക സുഖഭോഗങ്ങൾ വിരക്തി വരാതെ അനുഭവിച്ച് മരിച്ചാൽ വീണ്ടും ഇങ്ങോട്ട് തന്നെ വരും. പ്രവൃണീത ലോകം യുക്തിയാകയാ മഹദനുഗ്രഹമന്തരേണം. ഏതൊരു യുക്തിയാലാണോ ഈ ലോകത്തിന്റെ സ്വരൂപബോധത്തെ ഞാൻ പ്രാപിക്കുന്നത്, അതിനുവേണ്ടിയുള്ള ഭഗവാന്റെ അനുഗ്രഹമല്ലാതെ മറ്റൊന്നുകൊണ്ടും തിരിച്ചറിയാൻ പറ്റില്ല. മഹത് അനുഗ്രഹം അന്തരേണ, മഹത്തായ അനുഗ്രഹത്തോട് കൂടാതെ കയായുക്തിയ, ഏതൊരു യുക്തി കൊണ്ടാണ് അയം പ്രവൃണീത, ഏതൊരു യുക്തി കൊണ്ടാണ് അങ്ങയിലേക്ക് പ്രാപിക്കാൻ പറ്റുന്നത്? എന്തിനു വേണ്ടിയാണ് എല്ലാവരും ഭഗവാനെ ഭജിക്കുന്നത്? ജ്ഞാനസമ്പാദനമല്ലേ പിന്നെന്തിന് ഭഗവാനെ ഭജിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഭഗവാന്റെ ശക്തിയായ മായയിൽ നിന്നും ആവിർഭവിച്ച സത്വാദി ഗുണങ്ങളുടെ ബന്ധം കൊണ്ട് പുണ്യകർമ്മങ്ങളും പാപകർമ്മങ്ങളും ഒക്കെ ചെയ്ത് അതനുസരിച്ച് സുഖദുഃഖങ്ങളൊക്കെ അനുഭവിച്ച് അതിനുവേണ്ട ശരീരത്തെ സ്വീകരിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് കരകാണാത്ത സംസാരക്കടലിൽ അകപ്പെട്ടു കഴിയുന്ന ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ശരീര സംരക്ഷണത്തിന് ഉചിതമായ ഓരോ വ്യാപാരങ്ങളുണ്ട്. മനുഷ്യന്റെ അവസ്ഥ എങ്ങനെയാണ്? അതിലുള്ള സംഭ്രമം കൊണ്ട് ഭഗവത് സ്വരൂപത്തെ തീരെ മറന്നുപോയി. ഈ ലോകമാകട്ടെ അങ്ങയുടെ കാരുണ്യം കൊണ്ടല്ലാതെ മറ്റൊരു യുക്തി കൊണ്ടും തിരിച്ചറിയാൻ പറ്റത്തില്ല. ഈ ലോകത്തെ തിരിച്ചറിയാൻ അങ്ങയുടെ കാരുണ്യം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങേ തന്നെ ശരണം പ്രാപിച്ചെങ്കിൽ മാത്രമേ എനിക്ക് വേണ്ട വിധത്തിൽ ലക്ഷ്യത്തിൽ എത്താൻ പറ്റുകയുള്ളൂ എന്ന് ഈ ശിശു വീണ്ടും ഉറപ്പിച്ചു പറയാം. എന്മായയോ ഒരു ഗുണകർമ്മ നിബന്ധനേസ്മിൻ സാംസാരികേ പഥിചരം തദഭിശ്രമേണ നഷ്ടസ്മൃതി പുനരയം പ്രവൃണീതലോകം യുക്തിയാകയാ മഹദനുഗ്രഹമന്തരേണ. എന്മായയാ ഒരു ഗുണകർമ്മ നിബന്ധനെ അസ്മിൻ സാംസാരികേ പഥി ചരൻ തദഭിശ്രമേണ നഷ്ടസ്മൃതി അയം മഹദനുഗ്രഹം അന്തരേണ കയായുക്ത്യാ ലോകം പ്രവൃണീത. എന്മായയോരു ഗുണകർമ്മ നിബന്ധനേസ്മിൻ സാംസാരികേ പഥിപരം ശരം സാംസാരികേ പഥിചരം തദഭിശ്രമേണ നഷ്ടസ്മൃതി പുനരയം പ്രവൃണീതലോകം യുക്ത്യാകയാ മഹദനുഗ്രഹമന്തരേണ. എന്മായയോരു ഗുണകർമ്മ നിബന്ധനേസ്മിൻ സാംസാരികേ പഥിചരം തദഭിശ്രമേണ നഷ്ടസ്മൃതി പുനരയം പ്രവൃണീതലോകം യുക്ത്യാകയാ മഹദനുഗ്രഹമന്തരേണ. ജ്ഞാനം ഏതേതദഥദാത് കഥമസ്സദേവം ദേവസ്ത്രൈകാലികം സ്ഥിരചരേഷ്വനുവർത്തിതാംശ തം ജീവകർമ്മപദവീമനുവർത്തമാനാ താപത്രയോപശമനായ വയം ഭജേമ. ജ്ഞാനം യത് ഏതത് അദധാത്,
യാതൊരു ജ്ഞാനമാണോ ഉള്ളത് അത് ഏത് ഏതത് അദഥാത് യാതൊരു ജ്ഞാനമാണോ ഉള്ളത് അതിനെ ആധാനം ചെയ്തു അദഥാത് ഉറപ്പിച്ചു നിർത്തിയെന്ന്. കഥമഫദേവ ഏതൊരു ദേവനാണ് ത്രൈകാലികം സ്ഥിരചരേഷു അനുവർത്തിതംശ മൂന്ന് കാലത്തെയും സംബന്ധിക്കുന്ന ഏതൊരു ജ്ഞാനത്തെയാണോ ഉറപ്പിച്ചു നിർത്തിയത് ആ ദേവൻ ആരാണാവോ? കഥമഫദേവ സ്ഥിരചരേഷു അനുവർത്തിതംശ ചരാചരങ്ങളിൽ അനുവർത്തിക്കുന്ന അംശത്തോടു കൂടിയവനായ ആ ഭഗവാൻ. എല്ലാ ചരാചരങ്ങളിലും ഭഗവാന്റെ ചൈതന്യം ഉണ്ട്. അങ്ങനെയുള്ള ഭഗവാൻ തം ജീവകർമ്മ പദവിയും അനുവർത്തമാന ആ ജീവകർമ്മ പദവിയെ ജീവനെ ബന്ധിക്കുന്ന കർമ്മമാർഗത്തെ അനുവർത്തിക്കുന്ന ഞങ്ങൾ താപത്രയോപശമനായ താപത്രയത്തെ ശമിപ്പിക്കാൻ വേണ്ടി ഭജേമാം അങ്ങയെ തന്നെ ഭജിക്കും. എൻ്റെ ഇത്രയും കാലത്തുണ്ടായ ജന്മ പരമ്പരകൾ, ഇപ്പോഴുള്ള അവസ്ഥ, ഇനിയും എനിക്കുണ്ടാകാൻ പോകുന്ന അവസ്ഥകൾ, ഇതിനെയൊക്കെ സംബന്ധിക്കുന്ന ഈ ജ്ഞാനത്തെ എനിക്ക് ഒരു പ്രകാശസ്വരൂപനായ യാതൊരു ഭഗവാനാണോ നൽകിയിരിക്കുന്നത്. ഇപ്പോഴെനിക്ക് നിത്യാനിത്യ വസ്തു വിവേകം ഉണ്ടായിട്ടുണ്ട്. ഈ പ്രപഞ്ചം, ലോകം മായയാണ്, നിത്യമല്ല, അനിത്യമാണ്. നിത്യമായ വസ്തു ഈശ്വരനാണ് എന്ന ഒരു വിവേകം എനിക്ക് നൽകി. ആ ജ്ഞാനം എനിക്ക് ജ്ഞാനം ഏതത് അദഥാത് ആ ജ്ഞാനത്തെ എനിക്ക് നൽകിയത് യാതൊരു ദേവനാണോ ആ ദേവനെ താപത്രയ ഉപശമനായ വയം ഭജേമ. താപത്രയത്തെ നശിപ്പിക്കാനായിക്കൊണ്ട് ഇതാ ഞങ്ങൾ ഭജിക്കുന്നു, ആശ്രയിക്കുന്നു. താപത്രയങ്ങളെയാണ് ഇവിടെ ഇല്ലാതാക്കേണ്ടത്. അതിന് ഇല്ലാതാക്കാൻ ശക്തനായ ഒരു ദേവൻ അങ്ങ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങയ്ക്ക് താപത്രയങ്ങളോ കർമ്മതന്ത്രങ്ങളോ ത്രിഗുണങ്ങളോ മായോ അങ്ങേ ബാധിക്കത്തില്ല. അതിനപ്പുറത്താണ് അങ്ങ്. അതുകൊണ്ട് ഇതൊക്കെ കൊണ്ട് കഴിഞ്ഞുകൂടുന്ന ഞങ്ങളിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയും കൂടി തന്നിട്ടുണ്ട്. അതാണ് ഏത്? ജ്ഞാനം. ജ്ഞാനം യഥേതഥതത്കഥമഫദേവ ത്രൈകാലികം സ്ഥിരചരേഷ്വനുവർത്തിതാംശാം തം ജീവകർമ്മ പദവീമനുവർത്തമാനാം താപത്രയോപശമനായ വയം ഭജേമാം. സ്ഥിരചരേഷു അനുവർത്തിതാംശഃ കഥമഫദേവ ത്രൈകാലികം യത് ഏതത് ജ്ഞാനം അദധാത് തം ജീവകർമ്മ പദവീം അനുവർത്തമാനാഃ വയം താപത്രയോപശമനായ ഭജേമ. ജ്ഞാനം യഥേതഥതത്കഥമഫദേവ ത്രൈകാലികം സ്ഥിരചരേഷ്വനുവർത്തിതാംശാം തം ജീവകർമ്മ പദവീമനുവർത്തമാനാഃ
താപത്രയോപശമനായ വയം ഭജേമാം. ജ്ഞാനം യദേതദഥതത്കതമഃപദേവ ത്രൈകാലികം സ്ഥിരചരേഷ്വനുവർത്തിതാംശാം തജ്ജീവകർമ്മ പദവീമനുവർത്തമാനാഃ താപത്രയോപശമനായ വയം ഭജേമാം. ദേഹ്യന്യദേഹവിവരേ ജഠരാഗ്നിനാ വിൺമൂത്രകൂപപതിതോ വൃഷദത്തദേഹ ഇച്ഛന്നിതോ വിമഫിതും ഗണയൻ സ്വമാഫാൻ നിർവാഫ്യതേ പ്രവണധിർ ഭഗവൻ കഥാനു. ദേഹി അന്യദേഹവിവരേ, ദേഹി നൽകൂ എന്നാണ്. എന്ത്? അന്യദേഹവിവരേ, അന്യ ശരീരത്തിലുള്ള വിവരം എന്ന് വെച്ചാൽ ദ്വാരം എന്നാണ്. മലയാളത്തിലെ വിവരം അല്ല, അറിവ് അല്ല, ദ്വാരം എന്നർത്ഥം. അന്യ ശരീരത്തിലുള്ള ഒരു ദ്വാരത്തിൽ ജഠരാഗ്നിന, ജഠരാഗ്നി കൊണ്ട് അഫൃക് വിൺ മൂത്ര, അഫൃക്ക് എന്താണ്? രക്തം, വിൺമൂത്രം മലം മൂത്രം, രക്തം മലം മൂത്രം, അഫൃക് വിൺമൂത്ര കൂപപതിതോ, കൂപം കിണർ പോലുള്ള കുഴി, അതിൽ പതിതനായിട്ട് വീണുപോയിട്ട് അന്യ ദേഹവിവരേ ജഠരാഗ്നിന അഫൃക് വിൺമൂത്ര കൂപപതിതോ വൃഷതപ്തദേഹ, വളരെയധികം ശരീരം തപിച്ചവനായി തീർന്നിട്ട് ഇച്ഛൻ ഇതോ വിവഫിതും, ഇവിടെ നിന്നും പുറത്തേക്ക് കിടക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്വമാഫാൻ ഗണയം, തന്റെ മാസങ്ങളെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. 10ാമത്തെ മാസത്തിലേക്ക് എത്തി, ഇതാ ഇപ്പൊ കഴിയും കഴിയും എന്നിങ്ങനെ മാസങ്ങളെ എണ്ണിക്കൊണ്ട് നിർവാഫ്യതേ, ഇങ്ങനത്തെ വസിച്ചുകൊണ്ടേയിരിക്കുന്നു. കൃപണധീഹി ഭഗവൻ, കാരുണ്യം കാണിക്കുന്നവനായ ഭഗവൻ കഥാനു നിർവാഫ്യതേ, എന്നാൽ എനിക്ക് പുറത്തു കിടക്കാൻ പറ്റുക? എങ്ങനെയെങ്കിലും എനിക്ക് ഇല്ലാതൊന്ന് പുറത്തു കിടക്കണം. അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കാരുണ്യവാനായ അങ്ങ് എപ്പോഴാണ് എന്നെ ഇതിന്റെ നിന്ന് പുറത്തേക്ക് പറഞ്ഞയക്കുന്നത്? ഓരോരോ ശരീരത്തിലുള്ള ദ്വാരങ്ങളിൽ കൂടി അകത്ത് കടന്ന് ആ ഗർഭാവസ്ഥയിൽ വളർന്നു വലുതായി ചോരയും രക്തവും മലവുമെല്ലാം പൊരുന്ന കുഴിയിൽ കിടന്ന് ജഠരാഗ്നി കൊണ്ട് ഏറ്റവും തപിച്ച് ചൂടുപിടിച്ചവനായ ഈ ജീവൻ ഇവിടെ നിന്നും പുറത്തു കടക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. തന്റെ മാസങ്ങളെ എണ്ണി കണക്കുകൂട്ടി കാത്തിരിക്കാണ്. കാരുണ്യമുള്ള അങ്ങ് അതിന് എപ്പോഴാണോ എന്നോട് കൃപ കാണിക്കുക? ദേഹ്യന്യദേഹവിവരേ ജഠരാഗ്നിന അഫൃക് വിൺമൂത്രകൂപപതിതോ വൃഷതപ്തദേഹ ഇച്ഛന്നിതോ വിവഫിതും ഗണയൻ സ്വമാഫാൻ നിർവാഫ്യതേ കൃപണധിർ ഭഗവൻ കഥാനു. അന്യദേഹവിവരേ അഫൃക് വിൺമൂത്രകൂപപതിതഃ ജഠരാഗ്നിന വൃഷതപ്തദേഹഃ ദേഹി ഇതഃ വിവഫിതും ഇച്ഛൻ സ്വമാഫാൻ ഗണയൻ പ്രവണധീഹി ഭഗവൻ കഥാനു നിർവാഫ്യതേ. ദേഹ്യന്യദേഹവിവരേ ജഠരാഗ്നിന അഫൃക് വിൺമൂത്രകൂപപതിതോ വൃഷതപ്തദേഹ ഇച്ഛന്നിതോ വിവഫിതും ഗണയൻ സ്വമാഫാൻ നിർവാഫ്യതേ കൃപണധിർ ഭഗവൻ കഥാനു. ദേഹ്യന്യദേഹവിവരേ ജഠരാഗ്നിന അഫൃക് വിൺമൂത്രകൂപപതിതോ വൃഷതപ്തദേഹ ഇച്ഛന്നിതോ വിവഫിതും ഗണയൻ സ്വമാഫാൻ നിർവാഫ്യതേ കൃപണധിർ ഭഗവൻ കഥാനു. ഏനേദിശം ഗതിമഭൂതിസമാഫ്യൈഷ
സംഗ്രാഹിത പുരുതയേന ഭവാദൃശേന സ്വേനൈവ ദുഷ്ഠിതു കൃതേന ഫദീനനാഥ ബോധാമതീനഞ്ജലിമഫ്യകുര്യാത് ഏന ഈദൃശീം ഗതിം യാതൊരുവനാലാണോ ഇപ്രകാരമുള്ള ഒരു ഗതി അവസ്ഥയെ അഫൗ ദശമാഫ്യ ഈശ 10 മാസം പ്രായമുള്ള ഇവൻ സംഗ്രാഹിത പിടിക്കപ്പെട്ടവനായി പുരുതയേന ഭവാദൃശേന അങ്ങയെപ്പോലെ ഉള്ളവരുടെ പുരുവായ ദയ കൊണ്ട് വർദ്ധിച്ച ദയ കൊണ്ട് സ്വേനൈവ ദുഷ്യതു കൃതേന ഫദീനനാഥ സ്വേന ഏവ തന്നെത്താൻ ചെയ്തപ്പെട്ട കർമ്മങ്ങൾ കൊണ്ട് ദീനനാഥനായ ആ ഭഗവാൻ തുഷ്യതു സന്തോഷിക്കണം. കോ നാമത പ്രതി ആർക്കാണ് ഇതിനെ ഒരു പ്രതിവിധിയായിട്ട് വിന അഞ്ജലിം അഫ്യകുര്യ അഞ്ജലിം വിന അഫ്യകുര്യ കൂപ്പുകയല്ലാതെ ഒന്നും ഇതിനെ പ്രതിവിധിയായിട്ട് ഞങ്ങൾക്ക് ചെയ്യാനില്ല. 10 മാസം പ്രായമുള്ള ഈ ഞാൻ അങ്ങയുടെ കാരുണ്യത്തോടു കൂടി ഇപ്രകാരമുള്ള ഒരവസ്ഥയെ നന്നായിട്ട് പ്രാപിച്ച് വിഷമിക്കുന്നുവോ ദീനരക്ഷകനായ ആ ഭഗവാൻ തന്നെത്താൻ ചെയ്യപ്പെട്ട തന്റെ വ്യാപാരത്തെ കൊണ്ട് തന്നെ സന്തോഷിക്കട്ടെ. അതിന് എനിക്ക് പകരം ചെയ്യാനുള്ളത് ഒരു കൂപ്പുകൈ മാത്രമേ ഉള്ളൂ. മറ്റൊന്നും ഒരു പ്രത്യുപകാരമായി എനിക്ക് ചെയ്യാനില്ല. ഏനേദിശിം ഗതിമഫൗ ദശമാഫ്യൈഷാം സംഗ്രാഹിതം പുരുതയേന ഭവാദൃശേന സ്വേനൈവ ദുഷ്യതു കൃതേന ഫദീനനാഥ കോ നാമ തത്പ്രതിവിന അഞ്ജലിമഫ്യകുര്യാത്. ഹേ ഈശാ, ദശമാഫ്യഃ അഫൗ പുരുതയേന ഏന ഭവാദൃശേന ഈദിശിം ഗതിം സംഗ്രാഹിതഃ സ്വദീനനാഥഃ സ്വേന കൃതേന ഏവ ദുഷ്യതി അഞ്ജലിം വിനാ പ്രതി അഫ്യകഃ നാമ കുര്യാത്. ഏനേദിശിം ഗതിമഫൗ സംഗ്രാഹിത പുരുതയേന ഭവാദൃശേന സ്വേനൈവ ദുഷ്യതു കൃതേന ഫദീനനാഥ കോ നാമ തത്പ്രതിവിന അഞ്ജലിമഫ്യകുര്യാത്. ഏനേദിശിം ഗതിമഫൗ ദശമാഫ്യ ഈശ സംഗ്രാഹിത പുരുതയേന ഭവാദൃശേന സ്വേനൈവ ദുഷ്യതു കൃതേന ഫദീനനാഥ കോ നാമ തത്പ്രതിവിന അഞ്ജലിമഫ്യകുര്യാത്. പശ്യത്യയം ധിഷണയാ സപ്തവത്രി ശാരീരകേ ദമശരീര്യപരസ്വദേഹേ യത് സൃഷ്ടയാ ഹതമഹം പുരുഷം പുരാണം പശ്യേ ബഹിർകൃതി ചൈത്യമിവ പ്രതീതം. പശ്യതി അയം കാണുന്നു ഇവൻ ധിഷണയാ നനു സപ്തവത്രി അയം സപ്തവത്രി. സപ്തവത്രി എന്ന് വെച്ചാൽ ജീവൻ 7 കെട്ടുള്ളവെണ്ണം. സപ്തധാതുക്കളാകുന്ന 7 കെട്ടുകളോട് കൂടിയവൻ സപ്തവത്രി. അയം സപ്തവത്രി. ഈ ജീവൻ സ്വദേഹേ സ്വന്തം ശരീരത്തിലെ ധിഷണയ ബുദ്ധി കൊണ്ട് ശാരീരികെ ശരീര സംബന്ധികളായതെല്ലാം പശ്യതി കാണും. അഹം ഞാനാകട്ടെ യത് സൃഷ്ടയ യാതൊന്നാൽ നൽകപ്പെട്ട ബുദ്ധി കൊണ്ട് ദമശരീരി
ദമാദികളായ ശരീരത്തോടു കൂടിയവരായിട്ട് ആഫ ഭവിച്ചു. ആഫ ദമ ശരീരി അപരഫ്വദേഹേ ഹൃദിച്ച ചൈത്യമിവ. ഹൃദയത്തിൽ അഹങ്കാരത്തെ, ഇത് ചൈത്യൻ അഹങ്കാരത്തിന്റെ പ്രതീതിയാണ് എന്ന പോലെ പ്രതീതം പ്രത്യക്ഷമായിരിക്കുന്ന ഈ പുരാണ പുരുഷനെ പശ്യേ കാണുന്നു ഞാൻ. മാംസാദികളായ സപ്തധാതുക്കളുടെ സമുദായമാണ് ശരീരം. സപ്തവത്രിഹി മനു അയം. ഈ ശരീരം മാംസാദികളായ സപ്തധാതുക്കൾ കൊണ്ട് നിർമ്മിച്ചതാണ്. അന്യ ശരീരങ്ങളിൽ അധിവസിക്കുന്ന ജീവാത്മാവ് തന്റെ ശരീര സംഭവങ്ങളായിരിക്കുന്ന സുഖദുഃഖങ്ങളെ മാത്രം അറിയുന്നു ബുദ്ധി എന്ന വൃത്തി കൊണ്ട്. ധിഷണയാ പശ്യതി, ബുദ്ധി കൊണ്ട് കാണുന്നു. ബുദ്ധി എന്ന ഒരു ഏകമായ വൃത്തി കൊണ്ട് സുഖദുഃഖങ്ങളെ മാത്രം കണ്ടറിയുന്നു. ഈ ഞാൻ അങ്ങനെയുള്ളവനല്ല. ഈ ഞാൻ പിന്നെ എങ്ങനെയുള്ളവനാണ്? ഈ ശരീരത്തിൽ വസിക്കുന്നതിന് അധികാരം തനിക്ക് തന്നതുകൊണ്ട് ശമതമാദികളോട് കൂടിയിരിക്കുന്നു ഞാൻ. ജന്തുക്കൾക്ക് ശമതമാദികളില്ല. പശുവാദികളായ സകല മൃഗങ്ങളിലും ശമതമാദികളില്ല. ആ ജീവജാലങ്ങളിലും ഭഗവാൻ വസിക്കുന്നുണ്ട്. പക്ഷെ എന്നിൽ വസിക്കുമ്പോൾ എനിക്ക് ശരീരസംബന്ധമായ സുഖദുഃഖങ്ങളെ അറിയുവാനുള്ള ബുദ്ധിയും കൂടി തന്നു. അങ്ങനെ ഈ ശരീരത്തിൽ വസിക്കുവാനുള്ള അധികാരം കൊണ്ട് ഞാൻ തൊഴിലുകളോട് കൂടിയവനായി മായയിൽ ബന്ധിതനായിരിക്കും. അങ്ങയുടെ കാരുണ്യം കൊണ്ട്, എന്റെ ബുദ്ധിവൃത്തി കൊണ്ട് അഹങ്കാരത്തിന് കാരണമായിരിക്കുന്ന ഈ സ്ഥൂല ശരീരത്തെ പോലെ എങ്ങും നിറഞ്ഞു നശിക്കാതിരിക്കുന്ന പരമാത്മസ്വരൂപനായ അങ്ങയെ നേരിട്ട് കാണുന്നു. ഈ തിരിച്ചറിവാണ് മനുഷ്യ ശരീരത്തിൽ ജീവന് മാത്രമേ ഉണ്ടാകൂ. അത്ഭുതകരമായ ഒരു സിദ്ധിയാണ് ഇവിടെ ഈ കുട്ടി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഋഷിമാർക്ക് പോലും കണ്ടെത്താനാകാത്ത ഒരു ജ്ഞാന തപസ്യ നമുക്കിവിടെ കാണാൻ പറ്റും. എന്താണ് പശുവാദികളിലുള്ള ജീവനും മനുഷ്യനുള്ള ജീവനും തമ്മിലുള്ള ഒരു വ്യത്യസ്തത? പശുവാദികളിലും സപ്തധാതുക്കളും ഒക്കെ ഉണ്ട്, സകലതുമുണ്ട്. ചൈതന്യമുണ്ട്, ജീവാത്മാവുണ്ട്, ജീവനുമുണ്ട്. പക്ഷെങ്കിൽ സുഖദുഃഖങ്ങളൊക്കെ അവരും അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഇത് തിരിച്ചറിയാനുള്ള ഒരു ധിഷണ എന്ന വ്യാപാരം ബുദ്ധി അങ്ങ് ഞങ്ങൾക്ക് മാത്രമേ തന്നുള്ളൂ. അങ്ങയുടെ കാരുണ്യം കൊണ്ടാണ് ഇത് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ ബുദ്ധിവൃത്തി കൊണ്ട് അഹങ്കാരത്തിന് കാരണമായിരിക്കുന്ന ഈ സ്ഥൂല ശരീരത്തെ അങ്ങയുടെ ഭാവമായി എപ്പോഴും കണ്ട് അങ്ങയെ പ്രത്യക്ഷമായി സ്ഥൂല ശരീരത്തോടെ ഇപ്പൊ കാണാൻ ഞങ്ങൾക്ക് സാധിച്ചിരിക്കുന്നു. ഈ തിരിച്ചറിവ് മനുഷ്യ ശരീരത്തെ ജീവന് മാത്രമേ ഉള്ളൂ, മൃഗങ്ങൾക്കില്ല, ജന്തുക്കൾക്കില്ല. ഇതാണ് ഞാൻ എത്ര യോനികൾ ജനിച്ചിട്ട് ഇപ്പോൾ ഈ മനുഷ്യ യോനിയിൽ വന്നപ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം ഇത് മാത്രമാണ്. പശ്യത്യയം ധിഷണയാനുസപ്തവധ്രി ശാരീരകേ ദമശരീര്യപരസ്വദേഹേ യത്സൃഷ്ടയാ ഹതമഹം പുരുഷം പുരാണം പശ്യേ ബഹിർഹൃദി ചൈത്യമിവ പ്രതീതം.
അപരഹ അയം ഭക്തവദ്ധിഃ സ്വദേഹേ ധിഷണയാ ശാരീരികേ പശ്യത് അഹം യത് സൃഷ്ടയാ ധിഷണയാ ദമശരീരി ആസ ബഹിഃ ഹൃദി ച ചൈത്യമിവ പ്രതീതം പുരാണം പുരുഷം പശ്യേ പശ്യത്യയം ധിഷണയാ നനുഭക്തവദ്ധേ ശാരീരകേദമശരീര്യപരസ്വദേഹേ യത് സൃഷ്ടയാ ഹതമഹം പുരുഷം പുരാണം പശ്യേ ബഹിർഹൃദി ച ചൈത്യമിവ പ്രതീതം പശ്യത്യയം ധിഷണയാ നനുഭക്തവദ്ധേ ശാരീരകേ ദമശരീര്യപരസ്വദേഹേ ശരീരി അപര ശരീര്യപര സ്വദേഹേ യത് സൃഷ്ടയാ ഹതമഹം പുരുഷം പുരാണം പശ്യേ ബഹിർഹൃദി ച ചൈത്യമിവ പ്രതീതം. ഇത് തീർന്നില്ല. ആ ഗർഭസ്ഥ ശിശുവിന്റെ ശ്ലോകം ഉപസംഹരിക്കുന്നത് ഇനി ഒരു 2 ശ്ലോകം കൂടി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്കും നമുക്ക് സമയം 10:15 10:20 ആകും. അതുവരെ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഇന്ന് നമുക്കിവിടെ ഉപസംഹരിക്കാം. 20ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് നാളെ നോക്കാം. ഉപസംഹരിച്ചതിന് ശേഷം ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.